ഇസ്രയേലിലെ ടെല്ലവീവിലെ ഹാങ്ങർ 11 ഇവന്റ് ഹാളിൽ ഇന്ന് ഒരു ജനക്കൂട്ടം ഒത്തുകൂടിയിരുന്നു. ഒരു വർഷം മുൻപ് 2023 ഒക്ടോബർ 7-ാം തീയതി അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. നോവ ഫെസ്റ്റിവലിൽ ഒത്തുകൂടി ഒരു 410ഓളം പേരാണ് അവിടെ ജീവൻ നഷ്ടപ്പെട്ടത്. അപ്പോൾ ആ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കളാണ് അവരുടെ പ്രിയപ്പെട്ടവരെ ഓർത്തുനിന്ന് വിതുമ്പിയത്. ഇതുകൂടാതെ ഈ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുടെ വേദനയേക്കാൾ ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റാത്തതാണ്. അന്ന് ആ കഴിഞ്ഞ വർഷം ഒരു 250ഓളം പേരെ ഹമാസ് ബന്ദികളാക്കി കൊണ്ടുപോയി ഇസ്രായേലികളെ. അതിലൊരു 100ഓളം പേരെയാണ് തിരികെ കിട്ടിയിട്ടുള്ളത്. ബാക്കി വരുന്നവരെല്ലാം മരിച്ചോ ജീവിച്ചോ, അവർക്ക് ഭക്ഷണം കിട്ടിയോ, എന്താണ് അവരുടെ അവസ്ഥ, ക്രൂര പീഡനങ്ങളാണോ, ഇതെല്ലാം ഓർത്ത് അവരുടെ ബന്ധുക്കൾ ഇന്നും വിതുമ്പുകയാണ്. അപ്പോൾ ഈ ഒരു വർഷം തികയുമ്പോൾ ഇതുവരെ ഇസ്രായേൽ എന്തൊക്കെയാണ് അവിടെ തിരിച്ചടിയായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ധന്യ ഒന്ന് വിശദമാക്കും. ചേച്ചി പറഞ്ഞത് ശരിയാണ്. ഇന്ന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത ദിനം കൂടിയാണ്. കാരണം ഒക്ടോബർ 7 ഈ ദിവസം നമ്മളൊക്കെ ഇന്നലെ ചർച്ച ചെയ്തതാണ്. ഇന്ന് എന്ത് ആയിരിക്കും ഇസ്രായേൽ തിരിച്ചടിക്കാൻ പോകുന്നത്, ഏത് തരത്തിലായിരിക്കും മൊസാദ് തന്ത്രങ്ങൾ മെനഞ്ഞത് എന്നൊക്കെയുള്ളത് നമ്മുടെ ലോകം മുഴുവൻ ആശങ്കയിൽ ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു. എന്തെങ്കിലും മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ഇത് കടക്കുമോ? കാരണം ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള പ്രസ്താവനകൾ, മിസൈലുകൾ, ഇസ്രായേലിലേക്കുള്ള മിസൈലുകൾ, ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. കുറെ പേർ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നു, കുറെ പേർ ഇറാനൊപ്പം നിൽക്കുന്നു. പക്ഷേ കുറെ മനുഷ്യർ മരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിപ്പോ തീവ്രവാദികളാണെങ്കിൽ നമുക്ക് ശരി, അവർ മനുഷ്യരല്ലേ എന്ന് ചോദിച്ചാൽ മനുഷ്യരാണ്. പക്ഷെ ലോകത്ത് തീവ്രവാദത്തിന്റെ വിഷവിത്തുകൾ പാകുന്ന ആളുകളാണ്. അവരൊക്കെ ജീവിച്ചിരിക്കേണ്ടവരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ കുറെ സാധാരണക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഇറാനാണ് ഏറ്റവും കൂടുതൽ പങ്കുള്ളത്. കാരണം ഇറാന്റെ സായുധ സേനകളാണ് ഹിസ്ബുള്ളയും ഹമാസ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോ പുറത്തു വരുന്നത് 17,000 തീവ്രവാദികളെയാണ് ഒരു വർഷം കൊണ്ട് ഇസ്രായേൽ 4 ഭാഗത്തു നിന്നും ഏറ്റുവാങ്ങിയ ഈ ഒരു ആക്രമണത്തിന് ഇസ്രായേൽ തിരിച്ചു നൽകിയ മറുപടിയാണ് 17,000 തീവ്രവാദികളെ, ഹിസ്ബുള്ളയും എല്ലാം ചേർത്ത് 17,000 തീവ്രവാദികളെയാണ് കൊന്നൊടുക്കിയത്. ഭൂരിഭാഗം പേരും ഈ ഹമാസ് മുനമ്പിലാണ് ഭൂരിഭാഗം പേരെയും ഇല്ലാതാക്കിയത്. ഒക്ടോബർ 7-നാണ് ഈ ഹമാസ് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത്. അതിന്റെ പ്രത്യാക്രമണത്തിന്റെ ഇതിൽ 1000 തീവ്രവാദികളെ, ഹമാസ് തീവ്രവാദികളെയാണ് കൊന്നത്. അന്ന് ആ ദിവസത്തിൽ തന്നെ ഒറ്റ ദിവസം കൊണ്ടാണ് ഇസ്രായേൽ 1000 തീവ്രവാദികളെ കൊന്നത്. 41,000 പലസ്തീൻ പൗരന്മാരെ കൊന്നു എന്നാണ് ഇറാൻ അവരുടെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കിൽ പറയുന്നത്. പക്ഷേ അത് തീവ്രവാദികളാണ് കൂടുതൽ പേരും, സാധാരണക്കാരെ കൊന്നിട്ടില്ല, തീവ്രവാദികളെയാണ് കൊന്നത് എന്ന് ഇസ്രായേൽ തിരിച്ച് മറുപടിയും നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കണക്കുകൾ, അതായത് ഈ ഹമാസിന്റെയും ഇസ്രായേലിന്റെയും ഒക്കെ ഈ തിരിച്ചടികൾ സാധാരണ ജനത്തെ വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ഒക്ടോബർ 7-ആണ്. ഈ ഒക്ടോബർ 5-ാം തീയതിയോ 4-ാം തീയതിയോ ആണ് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അൽ ഖമേനി വന്ന് പള്ളിയിലൊരു പ്രസംഗം നടത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. തിരിച്ചടിക്കും, ഹിസ്ബുള്ളയുടെ മരണത്തിൽ ഇസ്രായേൽ ഭയപ്പെടാൻ പോകുന്നതേ ഉള്ളൂ, ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഗീർവാണങ്ങളൊക്കെ വിട്ടുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം അവർ തിരിച്ചടിക്കില്ല എന്നുള്ളത് പല നയതന്ത്ര വിദഗ്ധരും പറഞ്ഞതാണ്. കാരണം ഇറാൻ ഈ ദിവസം എന്തെങ്കിലും സംഭവിക്കും, ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും തന്ത്രങ്ങൾ മെനയാൻ സാധ്യതയുണ്ട് എന്ന് ഇറാൻ അലർട്ടായിരിക്കും. അപ്പോൾ അത് എന്തായാലും ഇസ്രായേലിന് നന്നായിട്ട് അറിയാം, പ്രത്യേകിച്ച് മൊസാദിന്. അപ്പോൾ മൊസാദ് ഇവരൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം തിരിച്ചടി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് എന്ന് തന്നെ നമ്മൾ കരുതണ്ടേ ഗൗതം? ഇസ്രായേൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അഴിച്ചുവിടുമെന്നാണ് നമ്മളെല്ലാവരും കരുതിയത്. എന്നാൽ വേണ്ട രീതിയിലുള്ള വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് പറയുന്നത് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് കഴിഞ്ഞ ദിവസം രാത്രി ചെറിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും ചെറിയൊരു വസ്തുതയാണ്. കാരണം ലെബനൻ അതിർത്തിയിൽ, ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലാണ് വലിയ രീതിയിലുള്ളൊരു ശക്തി പ്രകടനം ഇസ്രായേൽ കാണിച്ചിരിക്കുന്നതെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ലെബനൻ്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ അഗ്നിമഴ പെയ്യിപ്പിച്ച് ഇസ്രായേൽ എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ ലെബനൻ കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേലിന് നേരെ, ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ 3ാമത്തെ നഗരമായ റൈഫ, അതൊരു പ്രധാനപ്പെട്ട തുറമുഖ നഗരം കൂടിയാണ്, അവിടെ വലിയ രീതിയിലുള്ളൊരു ആക്രമണം ലെബനൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 130ഓളം മിസൈലുകളാണ് ഈ പ്രദേശത്തേക്ക്, ഈ ഒരു
പ്രധാന തുറമുഖ പ്രദേശത്തേക്ക് ലെബനൻ അഴിച്ചുവിട്ടത്. അതിന് പിന്നാലെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ രാത്രി തന്നെ ഈ ലെബനൻ തലസ്ഥാനത്തേക്ക് ബെയ്റൂട്ടിലേക്ക് വലിയ രീതിയിലുള്ള ആകാശങ്ങളിൽ ഈ അഗ്നിമഴ പെയ്യിപ്പിച്ചുകൊണ്ടുള്ള ശക്തി പ്രകടനം കാണിച്ചത്. അപ്പോൾ എന്തായാലും ഒരു മൂന്നാം ലോക യുദ്ധത്തിലേക്ക് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഈ പോരാട്ടം ഇറാൻ നേരെയും ഇസ്രായേൽ നീങ്ങുമ്പോൾ സംഭവിക്കുമോ എന്ന് നമ്മൾ വലിയ ആശങ്കയോടുകൂടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കിക്കണ്ടതാണ്. എന്തായാലും വരും ദിവസങ്ങൾ ഏറെ നിർണായകമാണ്. ഒക്ടോബർ 7-നൊന്നും സംഭവിച്ചില്ല എന്ന് കരുതി വരും ദിവസങ്ങളിൽ ഇസ്രായേൽ മിണ്ടാതിരിക്കും അനങ്ങാതിരിക്കുമെന്നൊന്നും നമുക്ക് കരുതാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഇസ്രായേലിനെ നയിക്കുന്നതും തീവ്ര മതവിശ്വാസം തന്നെയാണ്. പ്രതികാരദാഹികളായ ഇസ്രായേൽ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പോരാട്ടം നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇസ്രായേലിനെതിരെ ഫ്രഞ്ച് പ്രസിഡൻ്റായിട്ടുള്ള മാക്രോൺ ഒരു ചെറിയ രീതിയിലുള്ളൊരു അവർ ബെഞ്ചമിൻ നെതന്യാഹു മാക്രോണും തമ്മിൽ ഒരു അസ്വാരസ്യം രൂപപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു, ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു, ഈ മാക്രോൺ ഇസ്രായേലിന് ആയുധം നൽകുന്നത്, മറ്റു രാജ്യങ്ങൾ ഇസ്രായേലിന് ആയുധം നൽകുന്നത് ഒഴിവാക്കണമെന്നൊരു പ്രസ്താവന ഈ മാക്രോണിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഗാസയിൽ ഇസ്രായേലാണ് യഥാർത്ഥത്തിൽ സംഭവം ഈ ഒരു വിഷയത്തെ കൂടുതൽ കലുഷിതമാക്കുന്നത് എന്നാണ് മാക്രോൺ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇസ്രായേലിന് യാതൊരു കാരണവശാലും ആയുധങ്ങൾ നൽകരുത് എന്നൊക്കെയായിരുന്നു മാക്രോണിന്റെ ഒരു അഭിപ്രായം. മറുപടി മാക്രോണിന് ബെഞ്ചമിൻ നെതന്യാഹു നൽകുകയും ചെയ്തിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് സഖ്യ രാജ്യങ്ങൾ ഈ രീതിയിൽ ഞങ്ങളോട് പ്രതികരിച്ചാൽ എന്താണ് ചെയ്യുക? കാരണം ഹമാസ്, ഹിസ്ബുള്ള പോലുള്ള രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ആ പ്രദേശങ്ങളെ പിന്തുണയ്ക്കുന്നവർ ഇത്തരം രീതിയിൽ പ്രതികരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പക്ഷേ ഇസ്രായേലിന് നേരെ ഇത്തരം രീതിയിലുള്ളൊരു പ്രതികരണം വരിക എന്ന് പറയുന്നത് തീർത്തും നിരാശാജനകമായിട്ടുള്ളൊരു കാര്യമാണെന്നൊക്കെയാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹു അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങൾ വളരെയേറെ നിർണായകമായിട്ടുള്ളൊരു ദിവസം തന്നെയാണ്. അന്നത്തെ ഈ ഒക്ടോബർ 7-ന്, കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഹമാസ് കൊണ്ടുപോയ ബന്ദികളാക്കി വെച്ച 101 പേര്, 100ഓളം പേര്, 101 അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അത്രയും ആളുകൾ ഇപ്പോഴും ഹമാസിൻ്റെ കൈവശം തന്നെയാണ്. അവരെ ഇപ്പോഴും റിലീസ് ചെയ്തിട്ടില്ല. അപ്പം ഇസ്രായേലിന് ഇനി ഒരുപാട് പോരാടാനുണ്ട്. ഇതൊരു മൂന്നാം ലോക യുദ്ധത്തിലേക്കൊന്നും വഴി തുറക്കരുതേ എന്നാണ് ലോകം ഇപ്പോൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അത് ലോകത്തിലെ സകല മനുഷ്യർക്കും വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും അത് ഉണ്ടാക്കുക. അപ്പം തീർത്തും ഇവർക്കിടയിൽ ഒരു ശാന്തി ഉണ്ടാവട്ടെ എന്നാണ് പറയാനുള്ളത്. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇസ്രായേൽ ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണങ്ങൾ, അതിന്റെ പിടിച്ചുവെച്ച ഒരു 70,000-ഓളം ആയുധങ്ങളാണ് ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തത്. ഇവയിൽ 1250 ടാങ്ക് വേധ മിസൈലുകളുണ്ട്. 4500-ഓളം സ്ഫോടക വസ്തുക്കളും ഈ പിടിച്ചെടുത്തവയിൽ പെടുന്നു. ഇതിന്റെ ഈ ദൃശ്യങ്ങളും വിശദാംശങ്ങളും എല്ലാം വിദേശ പ്രതിനിധികൾക്കും മാധ്യമങ്ങൾക്കും വേണ്ടിയിട്ട് ഇവരിപ്പോൾ ഒരു പ്രദർശനം സംഘടിപ്പിക്കുന്നു. പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല. പക്ഷേ മാധ്യമങ്ങൾക്കും വിദേശ പ്രതിനിധികൾക്കും ഇത് കാണാം. കാരണം ഇസ്രായേലിനെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു സമീപനമാണ് ഈ ഇറാൻ, ഹമാസ്, ഹിസ്ബുള്ള ഇവരുടെ എല്ലാം ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അവരാണ് ഇങ്ങോട്ട് കയറി തീവ്രവാദ ആക്രമണം നടത്തുന്നതെങ്കിൽ പോലും ഇസ്രായേലിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന, കുറ്റക്കാരാക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് അവരിൽ നിന്നുണ്ട്. അപ്പം അത് അങ്ങനെയല്ല. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണം എത്രത്തോളം തീവ്രമായിരുന്നു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഇത്രയും വലിയ അളവിലുള്ള ആയുധ ശേഖരമാണ് ഇപ്പോൾ ഇസ്രായേൽ പിടിച്ചെടുത്തതെല്ലാം പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. എന്തായാലും ഒക്ടോബർ 7 ഇന്ന് നമ്മൾ കാത്തിരുന്നത് പോലെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. പക്ഷെ മൊസാദ് പൂണ്ട് വിളയാടും, തിരിച്ചടിക്കും. ഉറപ്പായിട്ട് ബന്ദികളെ മോചിപ്പിക്കുന്നത് വരെ ഈ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ മോചനം ഉണ്ടാകുന്നത് വരെ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.